അപ്പോൾ തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിൽ പരിക്കേറ്റവർ ചികിത്സയിൽ തുടരുകയാണ്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള 10 പേരിൽ 4 പേരുടെ നില ഗുരുതരമാണ്. തിരിച്ചറിയാനാകാത്ത ഒരു മൃതദേഹത്തിന്റെയും മറ്റു മൃതദേഹ ഭാഗങ്ങളുടെയും DNA സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. സ്ഫോടനം നടന്ന പാടശേഖരത്തിൽ ഇന്നും കെഡാവർ നായ്ക്കളെ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കും. പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള കാരണം തേടിയുള്ള മജിസ്റ്റീരിയൽ അന്വേഷണവും പുരോഗമിക്കുകയാണ്. തനേഷ്, തമ്പി, വിപിൻ സി വിജയൻ, ലിഡിയ ജേക്കബ് എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം തനേഷിലേക്ക് തന്നെ പോകുന്നു. തനേഷ്, സാധാരണ നമ്മൾ മോർണിംഗ് ഷോയിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞ് തുടങ്ങുകയാണ്, പക്ഷെ അത് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രയും സങ്കടം അങ്ങനെ അന്തരീക്ഷത്തിൽ തളം കെട്ടി നിൽക്കുകയാണ്. മരിച്ചവരുടെ വേദന ഇന്നലെ നമ്മൾ സംസ്കാര ചടങ്ങുകൾ കണ്ടു. അങ്ങേയറ്റം വേദനകളാണ്. അപ്പോൾ ഇന്ന് ഏത് രീതിയിലാണ് തെരച്ചിൽ നടക്കുക? ഇനിയും അവിടുന്ന് എന്തെങ്കിലുമൊക്കെ കണ്ടെത്താൻ കഴിയും എന്ന കരുതൽ പോലീസിനോ സംവിധാനങ്ങൾക്കൊക്കെ ഉണ്ടോ തനേഷ്? ഹാഷ്മിനി, ഏതെങ്കിലും ശരീരഭാഗങ്ങൾ കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷ സത്യത്തിൽ പോലീസിന് ഇല്ല. കഴിഞ്ഞ ദിവസത്തോടുകൂടി എല്ലാം പൂർത്തിയായി എന്നുള്ളതാണ് പറയുന്നത്. എങ്കിലും ഇന്നും കെടാവർ നായ്ക്കളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഇവിടെ നടക്കും. ഇന്നിപ്പോൾ ആളുകളൊക്കെ കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ട്. കുറച്ച് പോലീസുകാർ മാത്രമാണുള്ളത്. അല്പസമയത്തിനകം തന്നെ കെടാവർ നായ്ക്കളെയുമായി ആ സംഘം എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പരിശോധനകളും, പ്രത്യേകിച്ച് പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും റവന്യൂവിൻ്റെയും വൈദ്യുതിയുടെയും ഒക്കെ സംയുക്ത പരിശോധന ഇന്നലെ നടന്നിരുന്നു. ഇന്നലെ ഏറ്റവും നിർണായകമായത് പെസയുടെ പരിശോധനയാണ്. ആ പെസയുടെ പരിശോധനയിൽ ചൂട് കാരണമല്ല ഈ ഒരു പ്രശ്നം ഉണ്ടായത്, അല്ലെങ്കിൽ ദുരന്തമുണ്ടായത് എന്നുള്ളതാണ് അവരുടെ ഒരു പ്രാഥമിക വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇത്തരം ഒരു വലിയ അപകടമുണ്ടായി എന്നുള്ള വലിയ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനം വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ഇവിടെയൊക്കെയുള്ള താൽക്കാലിക വൈദ്യുതി ലൈൻ വലിച്ചിരുന്നു. അതിൽ നിന്ന് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതാണോ എന്നുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ റിപ്പോർട്ടാണ് ഏറ്റവും നിർണായകമാവുക. ആ റിപ്പോർട്ട് വന്നാൽ മാത്രമേ അക്കാര്യത്തിലൊരു സ്ഥിരീകരണം ലഭിക്കുകയുള്ളൂ. എന്തായാലും ചൂടല്ല കാരണം എന്നുള്ള പ്രാഥമിക നിഗമനമാണ് എന്നതുകൊണ്ട് തന്നെ മറ്റെന്ത് കാരണം? അതോടൊപ്പം തന്നെ മജിസ്റ്റീരിയൽ അന്വേഷണവും പോലീസ് അന്വേഷണവും ഒക്കെ പുരോഗമിക്കുകയാണ്. അതായത് ഈ സ്ഫോടക വസ്തുക്കൾ അളവിൽ കൂടുതൽ ഉണ്ടായിരുന്നോ, അതോ ഈ ഉപയോഗിച്ച രാസവസ്തുക്കളിൽ മുൻപ് പറയാത്ത ഏതെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ, പെട്ടെന്നുണ്ടായ കാരണം എന്ത് തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ രക്ഷപ്പെട്ട ആളുകളുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതായിരിക്കും. കാരണം ഇവിടെ ഒന്നും അവശേഷിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ രക്ഷപ്പെട്ട ആളുകളുടെ മൊഴി ഇതിലേറെ നിർണായകമായിരിക്കും. അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോലീസും മറ്റന്വേഷണ സംഘവും ഒക്കെ കടക്കും. അതിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ സഹായിക്കുന്ന രീതിയിലുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ ഈ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും റവന്യൂവിൻ്റെയും വൈദ്യുതി വകുപ്പിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കെടാവർ നായ്ക്കളുമായി പോലീസ് സംഘം ഇവിടെ എത്തും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശരീരാവശിഷ്ടങ്ങൾ ഇനി എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലീസിന് തന്നെ സംശയമുണ്ട്. കാരണം അതെല്ലാം ശേഖരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്നാൽ പോലും ഇന്നൊരു ദിവസം, അത് മാനദണ്ഡ പ്രകാരം 3 ദിവസം ഇത്തരം വലിയ സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാകുന്ന, ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ പരിശോധന നടത്തണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്നുകൂടി ഈ പരിശോധന ഉണ്ടാകും എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കെടാവർ നായ്ക്കളെത്തി അന്വേഷണം നടത്തും. അതോടൊപ്പം തന്നെ മറ്റു വകുപ്പുകളും അവരുടെ അന്വേഷണത്തിൻ്റെ അവസാന ഘട്ടം ഇന്ന് പൂർത്തിയാക്കും. ഹാഷ്മി, ഓക്കെ, അവിടെ തെരച്ചിൽ തുടരുകയാണ്. ഇന്നും കെടാവർ നായ്ക്കൾ ഇന്നലെ ഉച്ചയോടുകൂടി ആ തെരച്ചിൽ പൂർത്തിയാക്കിയതാണ്. അപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നവരുടെയും പരിക്കേറ്റവരുടെയും ഒക്കെ മൊഴികളിൽ നിന്നും കൂടുതൽ ആളുകളുണ്ടോ എന്ന കാര്യം പരിശോധിച്ച ശേഷം അതിൻ്റെ ബാക്കി പരിശോധന എന്നാണ് ഇന്നലെ പറഞ്ഞത്. ഇപ്പോൾ രാവിലെ തന്നെ അവിടെ പരിശോധന തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും എത്ര പേർ മൊത്തത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം ആർക്കും അറിയില്ല. അതാണ് പ്രശ്നം. അതുമാത്രമല്ല ഹാഷ്മി, ഇന്നലെ കണ്ട ഏറ്റവും സങ്കടകരമായ കാഴ്ച ഈ ഏകദേശ കണക്കിലേക്കൊക്കെ എത്തുന്നു, എല്ലാവരെയും കണ്ടെത്തിയെന്നുള്ള പ്രതീക്ഷയിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു 4 പേരെ അന്വേഷിച്ച് ബന്ധുക്കൾ എത്തുന്നത്. അപ്പോൾ അവർ എവിടെ ഇവരെ തിരയണം, ഈ കാണാതായ മനുഷ്യരെ എവിടെ തിരയണം എന്നുള്ള സംശയം പോലും ഇങ്ങനെ നിൽക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ അതീവ ദുഃഖകരമല്ലാതെ ആ സാഹചര്യം കാണാനും കഴിയുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.